അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫ് ഫ്രൈയുടെ അതേ ടേസ്റ്റിൽ ഒരു സോയ ഫ്രൈ ആണ്. അതിനായി 2 കപ്പ് വെള്ളത്തിൽ നമ്മൾ സോയ ഇട്ട് 2 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. ശേഷം ഒരു കുക്കറിൽ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് സോയ ഇട്ട് 1 കപ്പ് വെള്ളവും ഒഴിച്ച് അത് ഒരു വിസിലടിപ്പിക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് കുറച്ച് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, തക്കാളി ഇട്ട് നന്നായി വഴറ്റുക. തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ പിന്നെ കോക്കനട്ട് പൗഡറാണ് കിട്ടുന്നത്, അതുകൊണ്ട് നമ്മൾ ഇട്ടില്ല. പിന്നെ അതിലേക്ക് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന സോയ ഇട്ട് നന്നായി ഇളക്കുക. ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി പിന്നെ ഗരം മസാല ഇട്ട് നന്നായി ഇളക്കുക. നന്നായി വഴന്ന് വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി നമ്മൾ അതിലേക്ക് ഇടുക. ശേഷം നന്നായി ഇളക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സോയ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.